ഡിസംബർ 28 വിശുദ്ധ കാറ്ററീന വോൾപ്പിസെല്ലി. തിരുഹൃദയ ഭക്തിയും ദിവ്യകാരുണ്യ ആരാധനയും തൻ്റെ ശക്തി സ്രോതസ്സായി സ്വീകരിച്ചുകൊണ്ട് ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള പാവങ്ങളുടെയും രോഗികളുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും പെൺകുട്ടികളുടെയും സഹായത്തിനും സംരക്ഷണത്തിനുമായി ജീവിതം സമർപ്പിച്ച വിശുദ്ധയാണ് കാറ്ററീന വോൾപ്പിസെല്ലി. തിരുസഭയോടുള്ള സ്നേഹം കൊണ്ടും വിശ്വസ്തത കൊണ്ടും നിറഞ്ഞിരുന്ന കാറ്ററീന തിരുസഭയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ തൻ്റെ സന്യാസ സഭയിലുള്ളവരെയും മറ്റുള്ളവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. 1831 ജനുവരി 21 ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിലാണ് കാറ്ററീന ജനിച്ചത്. ഉത്തമ ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ച അവൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു. സ്കൂളിൽ വെച്ച് മാർഗരീറ്റ സലാറ്റിനോ എന്ന വിശുദ്ധയായ അധ്യാപികയിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസം കാറ്റലിനിക്ക് ആത്മീയവും ബുദ്ധിപരവുമായ ഉറച്ച അടിസ്ഥാനം നൽകി. സംഗീതവും നൃത്തവും മറ്റ് വിനോദ പരിപാടികളുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന അവളുടെ ജീവിതം മറ്റ് സാധാരണ പെൺകുട്ടികളുടെ പോലെ തന്നെ ആയിരുന്നു. 15-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സന്യാസിയായ വാഴ്ത്തപ്പെട്ട ലുഡോവിക്കോ കസോറിയയെ കണ്ടുമുട്ടിയത് കാറ്ററീനയുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ഉണർവിന് കാരണമായി. തിരുഹൃദയ ഭക്തിയിലേക്കും ദിവ്യകാരുണ്യ ആരാധനയിലേക്കും ആകർഷിക്കപ്പെട്ട അവൾ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ തുടങ്ങി. തുടർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ വിളിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. 1859 20-ാമത്തെ വയസ്സിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെതാകാനുള്ള ആഗ്രഹത്തോടെ അവൾ വാഴ്ത്തപ്പെട്ട ലുഡോവിക്കോ സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. എന്നാൽ ശാരീരികമായ ആരോഗ്യക്കുറവ് മൂലം അവൾക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. ഇതിൽ വിഷമിക്കാതിരുന്ന കാറ്ററീന തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി കാത്തിരുന്നു. തുടർന്ന് കാറ്ററീനയുടെ ആത്മീയ പിതാവായ ഫാദർ ലുഡോവിക്കോ അവളെ തിരുഹൃദയ ഭക്തിയിൽ കൂടുതൽ വളരാൻ സഹായിക്കുകയും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മാക്കളെ നേടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് തൻ്റെ കുമ്പസാരക്കാരനിലൂടെയാണ് ഫ്രാൻസിൽ ആരംഭിച്ച അപ്പസ്തോലിക പ്രാർത്ഥന എന്ന ആത്മീയ മുന്നേറ്റത്തെക്കുറിച്ച് അവൾ അറിഞ്ഞത്. 1844 ഫ്രാൻസിൽ ആരംഭിച്ച ഈ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം തിരുഹൃദയ ഭക്തിയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും തിരുസഭയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പായുടെ ദൗത്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അപ്പസ്തോലിക പ്രാർത്ഥനയുടെ നേപ്പിൾസിലെ ആദ്യത്തെ പ്രചാരകയായിത്തീർന്ന കാറ്ററീന അനേകം യുവതികളെ അതിൻ്റെ പ്രചാരകരാക്കി മാറ്റി. തുടർന്ന് 1867 ഈ പ്രചാരകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച കാറ്ററീന പ്രാർത്ഥനയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അപ്പസ്തോലിക പ്രാർത്ഥനയുടെ ആത്മീയത കാറ്ററീനയ്ക്ക് പുതിയ ആത്മീയ ദർശനങ്ങൾ നൽകി. ഇത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒരു പുതിയ സന്യാസ സഭ രൂപീകരിക്കുവാൻ കാറ്ററീനയ്ക്ക് പ്രേരണ നൽകി. അങ്ങനെ 1874 ഈശോയുടെ തിരുഹൃദയ ദാസികൾ എന്ന സന്യാസ സഭ വിശുദ്ധ ആരംഭിച്ചു. നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാർഡിനൽ സിസ്റ്റോ റിയാരിയോ ഈ സന്യാസ സഭയ്ക്ക് അംഗീകാരം നൽകി. തുടർന്ന് സന്യാസ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പാവങ്ങളുടെയും രോഗികളുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായും കാറ്ററീന വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്തു. ഒരു അനാഥാലയവും ലൈബ്രറിയും അവർ ആരംഭിച്ചു. വാഴ്ത്തപ്പെട്ട മരിയ റോസ കരാഫയുടെ സഹായത്തോടെ പെൺകുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്കായി മറിയത്തിൻ്റെ മക്കൾ എന്ന സംഘടന കാറ്ററീന ആരംഭിച്ചു. പുതിയ സന്യാസ സഭകൾ സ്ഥാപിച്ചുകൊണ്ടും നവസന്യാസിനികൾക്കും മറ്റ് പെൺകുട്ടികൾക്കും ആത്മീയ പരിശീലനം നൽകിക്കൊണ്ടും അവർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കാറ്ററീനയുടെ കഠിനാധ്വാനം ഫലം കണ്ടു. 1884 ലിയോ 13-ാമൻ പാപ്പ തിരുഹൃദയദാസികൾ എന്ന സന്യാസ സഭയ്ക്ക് അംഗീകാരം നൽകി. 1884 നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പ് കാറ്ററീനയുടെ പ്രധാന സന്യാസ ഭവനത്തിന് സമീപത്ത് ഒരു ദേവാലയം നിർമ്മിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരുന്ന ആ ദേവാലയം ആ സമയത്ത് വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിരുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സമർപ്പിച്ചു.
1891 നവംബറിൽ നേപ്പിൾസിൽ നടന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ സംഘാടനത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും മുൻനിരയിൽ കാറ്ററിന ഉണ്ടായിരുന്നു. ശാരീരിക ക്ഷീണങ്ങളും രോഗങ്ങളും കാറ്ററിനയെ അലട്ടിയിരുന്നുവെങ്കിലും തൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ അവർ എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ എല്ലാ വിജയങ്ങളുടെയും മഹത്വം ഈശോയുടെ തിരുഹൃദയത്തിന് നൽകിക്കൊണ്ട് ഉറച്ച വിശ്വാസത്തിലും ആഴമായ ലാളിത്യത്തിലും അവർ ജീവിച്ചു. പാവപ്പെട്ടവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ യുവതികളുടെ ആശ്രയവും ആശ്വാസവുമായി അവരുടെ ഭവനങ്ങൾ മാറി. 1894 ആരോഗ്യം മോശമായ കാറ്ററിന കൂടുതൽ ക്ഷീണിതയായി. തൻ്റെ എല്ലാ സഹനങ്ങളും ദൈവത്തിന് സമർപ്പിച്ച അവർ സഹസന്യാസിനികൾക്ക് വേണ്ട എല്ലാ സമാപന നിർദ്ദേശങ്ങളും നൽകി. 1894 ഡിസംബർ 28 55-ാമത്തെ വയസ്സിൽ കാറ്ററീന വോൾപിസെല്ലി സ്വർഗത്തിലേക്ക് യാത്രയായി. തിരുഹൃദയദാസികൾ എന്ന സന്യാസിനി സമൂഹത്തിലൂടെ വിശുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2001 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച കാറ്ററിനയെ ബെനഡിക്റ്റ് 16 പാപ്പ 2009 വിശുദ്ധിയായി പ്രഖ്യാപിച്ചു.